പ്രോഗ്രാമിൽ തന്നെയാണ് ഇതൊരു കോഴ്സ് എല്ലാത്തിനും കോഴ്സ് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം, ക്യാമറ എഡിറ്റ് ചെയ്തിരിക്കുന്നു, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് 2500 ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പല ആൾക്കാരും ഇതൊന്നും ഉണ്ടാകും പറഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഈ ക്ലാസ്സിൽ കേൾക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു. ഒരുപാട് ക്ലാസ്സിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ടെക്നോളജി പറഞ്ഞു. നമ്മുടെ ഈ കോഴ്സ് എന്ന് വെച്ചാൽ മൊബൈൽ വീഡിയോ മേക്കിംഗ് വർക്ക്ഷോപ്പാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഷൂട്ട് ചെയ്ത് അതിനെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ വരുന്നത്. നമ്മൾ ആദ്യം ക്യാമറ തൊട്ട് തുടങ്ങി എങ്ങനെയാണ് അത് ക്ലിപ്പ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് അതിൽ ആവശ്യമുള്ള ടെക്സ്റ്റ് അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്ത് അതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു ആകെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ 9 ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് തന്നെ നടത്തി. ഇതിപ്പോൾ 5ാമത്തെ മൊബൈൽ വീഡിയോ വർക്കിംഗ് വർക്ക്ഷോപ്പാണ്. ഇന്ന് 5ാമത്തെ. ഇവിടെ നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് കോമേഡി ജേർണലിസം കോഴ്സാണ്. അത് ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. 10 months ഉള്ള PG ഡിപ്ലോമ കോഴ്സാണ്. അതിൽ ബ്രോഡ്കാസ്റ്റ്, പ്രിൻ്റ്, ഡിജിറ്റൽ 3 ജേർണലിസം എന്ന് വെച്ചാൽ ഒരു സിംഗിൾ കോഴ്സാണ്. 30 സ്റ്റുഡൻസാണ് സിംഗിൾ ആയിട്ടുള്ളത്. 10 മാസം കോഴ്സിലാണ് പോകുന്നത്. ദൂരെ നമുക്ക് വരുന്ന പിള്ളേരുണ്ട്. നമുക്ക് കോട്ടയത്ത് നിന്ന് ആൾ കുറവാണ്. ഇവിടെ ആ ഒരു കോഴ്സേ ഉള്ളൂ. PG ഡിപ്ലോമ ഇൻ ജേർണലിസം എന്ന കോഴ്സാണ്. അതിൽ ഡിജിറ്റൽ ന്യൂസ്, പ്രിൻ്റ് ന്യൂസ്, ബ്രോഡ്കാസ്റ്റ് ന്യൂസ്, അതായത് ടെലിവിഷൻ, നമ്മുടെ വെബ് ജേർണലിസം, അതുപോലെ പ്രിൻ്റ് ന്യൂസ്, ഈ 3 മേഖലയിലുള്ള കോഴ്സാണ്. ഒരു കോഴ്സ് തന്നെയാണ് 3 മേഖലയിൽ പഠിക്കാനുള്ളത്. അല്ല, ഏത് കോഴ്സ് എനി ഡിഗ്രിയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഏത് ഡിഗ്രി പഠിച്ചവർക്ക് ഇവിടെ വന്ന് നമ്മൾ ബേസിക്കലി നാളെ ഇല്ല, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ മനോരമയുടെ ക്യാൻറ്റീനുണ്ട്, സബ്സിഡൈസ്ഡ് ക്യാൻറ്റീനാണ്. അപ്പോൾ റേറ്റ് കുറച്ചാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ചെറിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവരിവിടെ ഇവിടെ അടുത്ത ഒത്തിരി PGs ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റൽസ് ഉണ്ട്. അവിടെ തന്നെ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ട് മനസ്സിലായി. മനോരമയുടെ വേറെ എന്തെങ്കിലും കോഴ്സ് വേറെ മനോരമയുടെ ഓഫീസിലില്ലേ? അപ്പോൾ അവിടെ ഏതൊക്കെ വേറെ കോഴ്സ് നടത്തുന്നുണ്ടോ? അതൊക്കെ മക്കൾ നടത്തുന്നുണ്ടോ? മനോരമയുടെ മെയിൻ കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം ഇതാണ്. പിന്നെ ഉള്ളത് നമ്മൾ അസസ് ചെയ്ത ഹൊറൈസൺ എന്ന് പറയുന്നത് അവർ വെബ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കോഴ്സസ്, ഷോർട്ട് ടൈം കോഴ്സസ്, 1 day കോഴ്സസ് ഒരുപാട് നടത്തുന്നത്. മനോരമയുടെ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമോ ഇതേപോലെ മനോരമയുടെ ഓഫീസിൽ നടത്തുന്നത് അത് മെയിൻ ഹെഡ് ഓഫീസാണോ? ചിരിയോച്ചിരുന്ന പ്രോഗ്രാമിൽ ഷൂട്ട് നടന്ന അരൂര്, അതിൻ്റെ മനോരമയുടെ മനോരമ ന്യൂസിൻ്റെ ഫ്ലോർ അവിടെയാണ്. അരൂർ എന്ന് പറയും, നമ്മളെ ചേർത്തല റൂട്ടിലാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഷൂട്ടുള്ളത്. അതുപോലെ പ്രോഗ്രാം ഓഡീഷൻ നടത്താറുണ്ട്. എല്ലാവർക്കും എത്തിച്ചേരാനുള്ള എല്ലാ ജില്ലകളിലും നടത്താറുണ്ട്. അത് ഓരോ പ്രോഗ്രാമിൻ്റെ ഓഡിയേഷൻ നടത്തുന്ന പ്രത്യേകം ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടല്ല ഓഡിറ്റോറിയമാണോ? അതോ അവിടെ തന്നെയാണ് ഓരോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് എല്ലാവർക്കും എത്താൻ പറ്റുന്ന സ്ഥലത്തുള്ള ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം അങ്ങനെ എല്ലാ ജില്ലയിലും അങ്ങനെ. ഇവിടെ ജേർണലിസം പഠിപ്പിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടുത്തെ കുട്ടികൾക്ക് പാസ് ഔട്ട് ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കും. ഇത് മറ്റേ PSC ഇല്ല, അങ്ങനെയില്ല. നമ്മുടെ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഒന്നുമില്ല. മനോരമയുടെ കോഴ്സ് ഒന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ജേർണലിസം ഫീൽഡ് ആയതുകൊണ്ട് മനോരമയ്ക്കുള്ള ഒരു അപ്പഹാനുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും ഇത് സാധാരണ ഒരു പഠന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. മെയിനായിട്ട് മനോരമ തന്നെയാണ് എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ 6 പേര് മനോരമ തന്നെ കയറിയിട്ടുണ്ട്. മറ്റ് സ്റ്റുഡൻസ് മറ്റ് പല ചാൻസിലാണ് 24 ന്യൂസിൽ പല ചാൻസിലാണ് കയറിയിട്ടുണ്ട്. പുറത്തേക്ക് കേരളത്തിൻ്റെ പുറത്തേക്കും പോയി പറയുന്നത്. 24 ചാനലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ചാനലാണ്. അത് കാണാനൊക്കെ നല്ല രസമാണ്. അവിടുത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ വാർത്തയിലൊക്കെ പറയുന്നത്, ചൂട് വാർത്തയെന്ന് പറയുന്നത് രാവിലെ തന്നെ ആ വാർത്ത കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. പത്രം വായിക്കുന്നതിനെക്കാട്ടിൽ ആ ചൂട് വാർത്ത, ചൂട് വാർത്ത വായിക്കുന്നതോടെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് വീടുകളിൽ ആ ചാനൽ കാണാൻ ഒരു ആകാംക്ഷ തോന്നുന്നു. അത് നല്ലൊരു ചാനലാണ്. പിന്നെ ഈ പ്രോഗ്രാം ഇവിടെ ജേർണലിസം അങ്ങനെ കുറേ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് പഠനം ക്ലാസ് ആ സൈഡിൽ കാണുന്ന ഏറ്റവും അടുത്ത് കാണുന്ന നമ്മുടെ ക്ലാസ് കാണുന്ന സ്ഥലമാണ് നമ്മുടെ ക്ലാസ് റൂം. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ്. മെയിനായിട്ടും ബ്രോഡ്കാസ്റ്റിൻ്റെയാണ്, ടെലിവിഷനായിട്ട് ബന്ധപ്പെട്ട്. മേലൊരു ക്ലാസ് റൂം കൂടെ ഉണ്ട്, അത് പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെയാണ് കുട്ടികൾ പത്രത്തിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. വാർത്ത വായിക്കുന്ന ഡെസ്ക് ഇതാണ്, ന്യൂസ് ഡെസ്ക് ഇതാണ്. ഇവിടെ നിന്നാണ് ആളുകൾ വായിക്കുന്നത്. ഇത് ഗ്രീൻ സ്ക്രീനാണ്. നമ്മൾ പിന്നീട് നമുക്ക് എഡിറ്റിംഗിൽ ഇപ്പോൾ വായിക്കുന്ന ഒരാൾ വായിക്കും, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് പിന്നീട് ആഡ് ചെയ്യാം.
ഈ പച്ച കളറായതാണ് വരുമ്പോൾ എനിക്കിഷ്ടമുള്ളതായിരുന്നു ഇതിനെ കാണിക്കുന്നത്. ഓരോരുത്തരുടെ സംഭവങ്ങൾ നമ്മൾ രീതിയിൽ കാണിക്കുന്നത്. അതെല്ലാം നമ്മൾ ഗ്രാഫിക്സ് ടീമാണ് ചെയ്യുന്നത്. ഇവിടുന്ന് വാർത്ത വായിക്കുന്നതോടൊപ്പം തന്നെ അയാളെ കാണിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള വിഷ്വൽ സൈഡിലായിട്ട് കാണിക്കുന്നത്. അത് ഗ്രാഫിക്സിലാണ് സംഭവിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളൊന്നും PCR എന്ന് പറയുന്നത്. സാധാരണ റിപ്പോർട്ടിൽ ഒരു അരമണിക്കൂറാണല്ലോ. അതിൽ ഓരോ വാർത്തകളനുസരിച്ച് പഠിക്കാൻ വേണ്ടി വേണം. മനോരമയുടെ മെയിൻ ഓഫീസ് ചാനലിന്റെ പിന്നെ 2 ചാനലിന്റെ ഓഫീസും അവരാണ്. കോട്ടയത്ത് നമുക്ക് മനോരമയുടെ മെയിൻ ഓഫീസുണ്ട്, മാസ്കോ ഒരു ഓഫീസാണ്, പിന്നെ ഇവിടെ വനിതയുടെ ഓഫീസുണ്ട് തൊട്ടടുത്ത് പ്രിന്റിംഗ് മനോരമയുടെ, പിന്നെ കോഴിക്കോടാണ് മനോരമയുടെ പ്രിന്റിംഗ് ഉള്ളത്. ഈ പത്രത്തിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് പത്രത്തിന്റെ ആ ടെക്നോളജിക്ക് ഉള്ള ആ ഓഫീസ് അത് നമ്മുടെ കോട്ടയത്തെ മെയിൻ മനോരമ ഓഫീസാണ്. നമ്മുടെ ഈ മെയിൻ മനോരമ ന്യൂസ് തന്നെയാണ് ആ ന്യൂസ് അറിയപ്പെടുന്നത്. അവിടെയുള്ള മെയിൻ മനോരമ ഓഫീസിൽ തന്നെയാണ് മനോരമ എക്സിക്യൂട്ടീവ്സ് മൊത്തം ഉള്ളത്. ഇല്ല ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത്. മെയിനിൽ രണ്ട് ബാക്കി സ്റ്റാഫ് ഏരിയയാണ്. മൊത്തം 6 സ്റ്റാഫേ ഉള്ളൂ. ഫാക്കൽറ്റിയിലും ടീച്ചിങ് ഒക്കെ ആയിട്ട് 6 പേരേ ഉള്ളത്. ഇതിന്റെ ട്രൈപോഡാണ് നമ്മുടെ ഓരോ ഇതിനായിട്ട് ആവശ്യമുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ചിലരുടെ സമയമൊക്കെ കിട്ടാറില്ല. ഫുള്ള് ഇതിന്റെ ഒരു രീതിയായാലും